ഇവിടെ ഈ മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ സത്യം മൊകേരിയെ തന്നെ നമ്മൾ മത്സരത്തിന് ഇറക്കിയത് കൃത്യമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, വലതുപക്ഷ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളെ എതിർക്കുന്ന ജനങ്ങളുടെ വോട്ട് മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം വയനാട് മെഡിക്കൽ കോളേജാ, അത് പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വയനാട് മെഡിക്കൽ കോളേജ് ഇവിടെ തന്നെ സാധ്യമാക്കുമെന്നുള്ളത്. 2009 മുതൽ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറയാൻ അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, LDF ആണ് ഇതിന്റെ ഏറ്റവും വലിയ പാര. രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും കൂടി ഞങ്ങൾ പാർട്ടിക്കാരത് രംഗത്ത് കൊണ്ടുവന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കുടുംബാത്തി വെച്ചാണെങ്കിൽ വോട്ടർമാരല്ലേ തീരുമാനിക്കേണ്ടി. വോട്ടർമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളവിടെ ജയിപ്പിക്കൂലല്ലോ. അതുകൊണ്ട് ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഈ പോസ്റ്റർ തന്നെ സത്യം ജയിക്കും, സത്യം ജയിക്കുന്നതാണ്. സത്യം ജയിക്കും. ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്ഥാനാർത്ഥി 2 മണ്ഡലത്തിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റാണ് കൊണ്ടുവരേണ്ടത്, നമ്മളല്ല. അത് ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു നടപടി നിയമമാണല്ലോ. ഇവിടെ മത്സരം ഏകപക്ഷീയാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. എങ്ങനെയാണ്? ഒരിക്കലും അല്ലല്ലോ. ഇപ്പൊ ജനങ്ങൾക്ക്, വയനാട്ടിലെ ജനങ്ങളോട് പറയാൻ കൃത്യമായ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനുണ്ട്. ഇപ്പൊ സത്യം മൊകേരി നമുക്കറിയാം, 2014 ഇവിടെ മത്സരിക്കുന്ന സമയത്ത് 20,000 വോട്ടിനാണ് അദ്ദേഹത്തിന് ഇവിടെ തോൽക്കേണ്ടി വന്നത്. യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരിക്കുന്ന വയനാട്ടിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം ഈ വർഷം നിർത്തിയിരിക്കുന്നത്. ആനി രാജ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഞങ്ങൾ നല്ല മത്സരം ഇവിടെ കൊണ്ടുവന്നു. ആനി രാജയെക്കാളും മികച്ചൊരു സ്ഥാനാർത്ഥിയാണോ സത്യം മൊകേരി? ആനി രാജയെക്കാളും മികച്ച ഇവിടെ ഈ മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ സത്യം മൊകേരിയെ തന്നെ നമ്മൾ മത്സരത്തിന് ഇറക്കിയത് കൃത്യമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, വലതുപക്ഷ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളെ എതിർക്കുന്ന ജനങ്ങളുടെ വോട്ട് മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ, റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അദ്ദേഹം BJPക്ക് 170 കോടി കൊടുക്കേണ്ടി വന്നത് ഇലക്ട്രൽ ബോണ്ട്, കോടതി തന്നെ നിയമപരമായിട്ട് തെറ്റാണ് അല്ലെങ്കിൽ അഴിമതിയാണ് എന്ന് കാണിക്കപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് വഴി 170 കോടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അത് ഇന്നും മാധ്യമങ്ങൾ ചോദിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിനകത്തൊരു അജണ്ടയുണ്ട്. അതുൾപ്പെടെയുള്ള അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രിയങ്ക ഗാന്ധി ഏറ്റവും CPIയുടെ അല്ലെങ്കിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ റോബർട്ട് വാദ്രയുടെ ഈ ചരിത്രവും മറ്റു കാര്യങ്ങളും തെരയാനായിരിക്കും മീഡിയ ആദ്യം ശ്രമിക്കുക. അത് ഇടതുപക്ഷത്തെ എതിർക്കുന്നത് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം മാത്രമല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പൊ അതിനെ എതിർക്കാൻ കൃത്യമായി രാഷ്ട്രീയം അറിയുന്ന, വയനാടിനെ അറിയുന്ന സത്യം മൊകേരിയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അവരുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ പൊള്ളത്തരങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നത്. ഇവിടെ ആര് ജയിക്കാനാ സാധ്യത എന്നുള്ള ചോദ്യം തന്നെ അപ്രസിദ്ധമാണ്. ഭൂരിപക്ഷം 5 ലക്ഷത്തിന്റെ മുകളിലോട്ട് പോകും. 100% രാഹുൽ ഗാന്ധിനെ മറികടക്കും, മോദിനെയും മറികടക്കും. അപ്പോ നമ്മളിപ്പോ എന്ത് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം? പുതിയതായിട്ട് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നതോടുകൂടി ലോക രാഷ്ട്രങ്ങളിൽ തന്നെ വയനാട് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ആ വയനാട് സ്ഥാനം പിടിച്ചതിരിക്കും. നമുക്കിവിടെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വയനാട് മെഡിക്കൽ കോളേജാ, അത് പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വയനാട് മെഡിക്കൽ കോളേജ് ഇവിടെ തന്നെ സാധ്യമാക്കുമെന്നുള്ളത്. 2009 മുതൽ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറയാൻ അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, LDF ആണ് ഇതിന്റെ ഏറ്റവും വലിയ പാര. നമുക്കറിയാം, അവിടെ ശ്രേയം സുമാറിന്റെ സ്ഥലമാണ് കൊടുത്തത്. അവിടെ മെഡിക്കൽ കോളേജ് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ സമരം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ LDFന്റെ ഭരണം വന്നു, ശശി ഭരിച്ചു. ശശി എന്ന് പറഞ്ഞൊരു വീട്ടിൽ വെച്ച ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അതിൽ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മെഡിക്കൽ കോളേജ് അതേ സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേ സ്ഥലത്ത് എതിർത്ത ആളുകളാണ് പിന്നെ അത് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. പക്ഷെ ഇനി പ്രാവശ്യം മെഡിക്കൽ കോളേജ് എന്നുള്ള സംഭവം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. പ്രിയങ്ക ഗാന്ധിയിലൂടെ UDFിലൂടെ ഞങ്ങൾ അത് യാഥാർത്ഥ്യമാക്കും. വർക്ക് കണ്ടെടുത്തോളം പ്രിയങ്കക്കാണ് സാധ്യത. പ്രിയങ്ക രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും കൂടി ഞങ്ങൾ പാർട്ടിക്കാരത് രംഗത്ത് കൊണ്ടുവന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും പൊതുജനങ്ങൾക്ക് നല്ല അഭിപ്രായം പ്രിയങ്കനെ കൊണ്ടാണ്. നല്ല ടീമായിട്ട് നല്ല വർക്കായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. എന്നാലും ഇതൊരു കുടുംബാധിപത്യം എന്ന് പറയില്ല. അത് പറയില്ല. അത് കുടുംബാധിപത്യമാണെങ്കിൽ വോട്ടർമാരല്ലേ തീരുമാനിക്കേണ്ടി. വോട്ടർമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളവിടെ ജയിപ്പിക്കൂലല്ലോ. അതുകൊണ്ട് പ്രിയങ്കനെ ഗംഭീരമായിട്ട് ബഹുഭൂരിപക്ഷത്തിന് 7 ലക്ഷം ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. 7 ലക്ഷം
നമ്മളിപ്പോ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇലക്ഷൻ വരുന്ന ആളുകൾക്ക് ഒരു മടി ഉണ്ടാവില്ല? അത് ഒരു മടിയില്ല പാർട്ടി അങ്ങനെയെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്ഥാനാർത്ഥി 2 മണ്ഡലത്തിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റാണ് കൊണ്ടുവരുന്നത്, നമ്മളല്ല. അത് ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു നടപടി നിയമമാണല്ലോ. ആ നിയമപ്രകാരമാണ് അവർ ചെയ്തിട്ടുള്ളൂ. നിയമവിരുദ്ധമായിട്ട് ആരൊന്നും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ അതൊരു കുടുംബാധിപത്യത്തിന്റെ കുടുംബാധിപത്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയത്തിൽ ആർക്കാണ് കുടുംബാധിപത്യം ഇല്ലാത്തത്? ഇപ്പോ പിണറായിയുടെ മരുമകനാണ് ഇന്ന് ഇതിന്റെ കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ പിണറായിയുടെ മോളെ കെട്ടിച്ച് അദ്ദേഹം റിയാസാണ് ഇന്നലെ നമ്മളെ റോഡിന്റെ മന്ത്രിയൊക്കെ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം അത് കുടുംബാധിപത്യല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, കെ മാണി മരിക്കുമ്പോൾ കെ മാണിന്റെ മകന്റെ അടുത്തേക്ക് എത്തി, ബാലകൃഷ്ണപിള്ള ഇതാകുമ്പോൾ ബാലകൃഷ്ണപിള്ളന്റെ മകന്റെ അടുത്തേക്ക് എത്തി. കുടുംബാധിപത്യമല്ല, രാജ്യത്തെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടും കോൺഗ്രസിനെ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ജനം കാണുന്നത്. വയനാട്ടിലെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഞാൻ ഇന്നലെ ഒരു അമ്മയുടെ ഒരു ഫോട്ടോ കണ്ട്, ഇവിടെ ഒരു അമ്മ പറയുന്നുണ്ട്, ഞാൻ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി വന്നു, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണാൻ വേണ്ടി വന്നു, എനിക്കൊരുപാട് ഓടിയപ്പോൾ ഒരാൾ പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോകണം. ആ അമ്മ കണ്ടു, മുന്നോട്ട് പോയി കണ്ട്, പിന്നീട് ആ അമ്മ പറയുന്നത്, പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ കണ്ടപ്പോ ആ അമ്മ പറയുന്നത്, എനിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി, എനിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടെന്ന് ആ അമ്മ കരയുക. അത്രത്തോളം സ്ത്രീകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അനേകം തൊഴിലാളികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ള സ്ത്രീകളും വിദ്യാർത്ഥികളുമാണ്, ഈ പുതിയ വോട്ടർമാരുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നഷ്ടം വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് യാതൊരുവിധ ഭയമില്ല എന്ന് പറയാൻ കാരണം, 4 ആള് കൈ കാണിച്ചാൽ അവിടെ നിർത്തി അവരെ കണ്ട് അവരോട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. പ്രിയങ്ക ഗാന്ധി വോട്ട് ചോദിക്കുന്നില്ല ആരോടും. അതെന്താ കാരണം? പ്രിയങ്ക ഗാന്ധി വോട്ട് ചോദിക്കാതെ പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം, ഈ രാജ്യത്ത് വോട്ട് ചോദിക്കേണ്ട, ഈ പ്രദേശത്ത് വയനാട്ടുകാരോട് എനിക്ക് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, വയനാട്ടുകാരെ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു അംശവുമില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി കുറേശ്ശെ മലയാളം പഠിച്ചിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് പറയുമെന്നാ പറഞ്ഞത്. അപ്പം അങ്ങനെ മലയാളമൊക്കെ പഠിച്ച് ഈ വയനാട്ടിൽ തന്നെ അവര് തങ്ങാനും അവരുടെ കുടുംബസമേതം വയനാട്ടിൽ താമസിക്കാനും വയനാട്ടിൽ വന്നു പോകാതെ വയനാട്ടുകാരോട് അലിഞ്ഞു ചേർന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ വിഷമവുമില്ല. ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുള്ള ഒരു സംശയവുമില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വീണ്ടും മറുപടി പറയാണ്, 5 ലക്ഷത്തിൽ മേലോട്ട് പോകും. രാഹുൽ ഗാന്ധിയെ മറികടക്കും. അത്രയും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി കിട്ടും. അതൊരു ഇന്ദിരാഗാന്ധിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ കാണുന്നത്. ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി എന്നുള്ള ഇന്ദിരാഗാന്ധിയാണ് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ആ മുഖത്തിലൂടെ ഞങ്ങൾ കാണുന്നത്. ആദ്യം രാഹുൽ വരുന്നു, പിന്നെ പ്രിയങ്ക വരുന്നു. ഇതൊരു എന്താ കുടുംബവാഴ്ചയായിട്ടുള്ള തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഞങ്ങൾ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, പണ്ട് മറ്റേ അമേഠി റായ്ബറേലി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ റേഡിയോ, അന്ന് ടി വി ഇല്ലല്ലോ, റേഡിയോയില് വാർത്തകൾ കേൾക്കുമ്പോൾ മറ്റേ ഇലക്ഷൻ റിസൾട്ട് കേൾക്കുമ്പോൾ അന്ന് ബാലറ്റ് പേപ്പർ റിസൾട്ട് എണ്ണി വരുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തില് രാജീവ് ഗാന്ധിയൊക്കെ മത്സരിച്ച് ജയിച്ചു വരുന്ന സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ പോലും ചിന്തിച്ചിരുന്നത് ഇത്ര പോലും ജനങ്ങൾ അവരെ ബോധമില്ലാത്ത ആളുകളായിട്ടാണോ ഇങ്ങനെ ജയിപ്പിച്ചു വിടുന്നത്, എതിർക്കാൻ ആളില്ലാത്ത ആ തരത്തിലുള്ള വയനാട്ടിലെ ജനങ്ങൾ മാറുന്നതിനുള്ള എതിർപ്പും കൂടിയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ അവർക്ക് നേരത്തെ അമേഠിയിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധി തോൽക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പൊ ഈ വർഷം തീർച്ചയായിട്ടും അമേഠിയിൽ മത്സരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വരുന്ന സമയത്ത് റായ്ബറേലിയിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ തവണ UP-യിൽ ഒരേ ഒരു സ്ഥലത്ത് ജയിച്ച റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറി. അപ്പോ അതും ഉറപ്പുണ്ടോ എന്നുള്ളത് സംശയത്തിന്റെ പേരിൽ വയനാട് മത്സരിക്കുകയാണ്. അങ്ങനെ 2 സ്ഥലത്തും ജയിച്ചു വന്നപ്പോൾ അന്നും ഞങ്ങൾ പറഞ്ഞാണ് അമേഠിയിൽ ജയിച്ചിരുന്നെങ്കിൽ വയനാട് മണ്ഡലം ഒഴിഞ്ഞു പോകുന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ കുടുംബം എന്ന രീതിയിലേക്ക് അതിനെ കുടുംബ വാഴ്ചയാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് പാർലമെന്റിൽ എത്താൻ വേണ്ടി ഉള്ള ഒരു മണ്ഡലം എന്ന മാത്രമാണ് വയനാട് മണ്ഡലത്തെ അവർ കാണുന്നത്. ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കിട്ടുന്ന എല്ലാ വോട്ടുകളും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഈ പോസ്റ്റർ തന്നെ സത്യം ജയിക്കുന്നതാണ്. സത്യം ജയിക്കുന്ന ഞങ്ങൾ പോസ്റ്റർ വരെ. അപ്പൊ ഞങ്ങൾ കൃത്യമായി ഇവിടെ ജയിക്കാൻ തന്നെ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ സ്ഥാനാർത്ഥികളുടെ പൊള്ളത്തര ഉൾപ്പെടെ പുറത്ത് തുറന്നു കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത് ഇനിയിപ്പോ ഇവിടെ വയനാട്ടിൽ എന്തൊക്കെ വികസനം വരണമെന്ന് ആഗ്രഹിക്കണേ? വയനാട്ടിൽ ഇവിടെ ഇപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് അതെന്താ രാഹുലിന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയാതെ?
അല്ല അത് രാവിലെ കഴിഞ്ഞാൽ രാവിലെ അതിന് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് അതിന് താല്പര്യം എടുക്കേണ്ടത് അല്ലേ. ഓരോ ജില്ലയിലും ഓരോ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും അത് ആവശ്യപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ഇന്ന ആവശ്യം ഞങ്ങൾക്ക് വേണം എന്നുള്ളത് ആവശ്യപ്പെടേണ്ടത് ഞങ്ങൾ നാട്ടുകാരാവശ്യമാണ്. അത് ഈ ജില്ലയിൽ ഞങ്ങളുടെ പാർട്ടിൻ്റെ പ്രവർത്തകർ വളരെ മോശമായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 14 ജില്ലയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് 14 ജില്ലയിലും അല്ല ഇത് ജനസമ്പർക്ക പരിപാടിയിൽ കൂടാതെ തന്നെ 14 ജില്ലയിലും മെഡിക്കൽ കോളേജ് ഇല്ലാത്ത എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുമാണ്. ഈ വയനാട് ജില്ലയിൽ മാത്രം അതെന്താക്കി LDF ഒരു അവിടെ ആ സ്ഥലം പറ്റൂല എന്ന് പറഞ്ഞിട്ട് വീരേന്ദ്രകുമാറിൻ്റെ 50 ഏക്കർ സ്ഥലം കൊടുത്തു. 50 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് എല്ലാ ഇതും വളരെ ക്ലിയറായി. അതിന് ഇവരെന്താക്കി, അത് ഇന്നത്തെ ഭരണക്കാർ അവർ ചെയ്തു ആ സ്ഥലം പറ്റൂല, പരിസ്ഥിതി വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിസ്ഥിതിക്കാർ വന്നു. അവർ അവസാനം റിപ്പോർട്ട് കൊടുത്തെങ്ങനെ 2 നിലയിൽ ബിൽഡിംഗ് ഉണ്ടാക്കാമെന്നാണ്. അവരത് മുതലെടുത്തു. ആര് മറ്റൊരു അന്നുപോലത്തിന് പിന്നെ ഞങ്ങളെ UDFൻ്റെ ഭരണകാലം കഴിഞ്ഞല്ലോ. പിന്നെ LDF ആണ് വന്നത്. LDF പിന്നെ മാനന്തവാടി ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ട് തന്നെ കണ്ണൂർ അതിൻ്റെ അടുത്ത് ഒരു മെഡിക്കൽ കോളേജ് ഈ വയനാട്ടുകാരെ വളരെ മോശമാക്കി കഴിഞ്ഞു. അതായത് LDFൻ്റെ ആൾക്കാർ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഈ അടുത്ത പ്രാവശ്യം പിണറായിക്കെതിരായിട്ടാണ് LDF വോട്ട് ചെയ്യുക. കാരണം പറയാം, ഒരു മെഡിക്കൽ കോളേജ് അതിൽ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ആവശ്യപ്പെട്ടെ അവിടെ രാഷ്ട്രീയം ഇല്ല, അതിൽ പാർട്ടിയില്ല. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആ കോളേജിനെ വളരെ തരം താഴ്ത്തിട്ട് മാനന്തവാടി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലാ ആശുപത്രിയാണ് മാനന്തവാടി. അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് വയനാട് ജില്ലാ മെഡിക്കൽ കോളേജ് ഒരു ബോർഡ് വെച്ചു. അന്ന് കുറേ ഫണ്ട് കിട്ടി. അത് ഒരു പാർട്ടിക്കാർ വളർത്തുന്നല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടായില്ല. ഇപ്പം LDF ഇപ്രാവശ്യം എന്ത് വികസനമാണ് മുന്നോട്ട് വെക്കുന്നത് വയനാടിന് വേണ്ടിയിട്ട്? വയനാടിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറയാം, വയനാട് മണ്ഡലം എന്ന പേരിൽ 2009 ഉണ്ടായ സമയത്ത് ഷാനവാസ് ഇവിടെ ജയിച്ചു. അതിനുശേഷം 2014 ജയിച്ചു. അപ്പോഴൊക്കെ നിലനിൽക്കുന്ന പ്രശ്നം തന്നെയാണ് നമ്മുടെ രാത്രി യാത്രാ നിരോധനം. എവിടെ നിരോധനം ഉള്ളത്? കർണാടകയുടെ ഭാഗത്താണ്. വയനാട് ജില്ല കഴിയുന്ന കേരള സംസ്ഥാനത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് ഗതാഗത നിയന്ത്രണമാണ്, രാത്രി യാത്രാ നിരോധനമാണ്. അത് നീക്കേണ്ടത് കർണാടക സർക്കാരാണ്. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ജയിച്ചു പോയ കോൺഗ്രസ് MP-മാരുണ്ടായിട്ടും കർണാടക സർക്കാരിന്റെ ഒരു കളക്ടർ ഭാഗമായിക്കൊണ്ട് നിൽക്കുന്ന കളക്ടർ ഇറക്കി ഒരു ഉത്തരവ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരു MP-യും അവിടുത്തെ കർണാടക സർക്കാരും. അതിനെതിരെ കൃത്യമായി നടപടി എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു MP ജയിച്ചു വരണം, പാർലമെന്റ് ശബ്ദമാവണമെങ്കിൽ. അതേപോലെ തന്നെ നമുക്കറിയാം തുരങ്കപാത എന്ന് പറയുന്നത്, നമുക്കിന്ന് വയനാട് ചുരത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്കൊക്കെ ബ്ലോക്ക് നീണ്ടു നിൽക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ അവിടെ പ്രാദേശികമായിട്ട് ആ ഭൂപ്രദേശത്തുണ്ടാകുന്ന പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന നാശം എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു 2 മണിക്കൂറൊക്കെ എഞ്ചിൻ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് പോകുന്ന കാർബണിന്റെ എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ അതിനെ എത്രയോ അതിനേക്കാളൊക്കെ 10 മടങ്ങ് കുറവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പരിസ്ഥിതി നാശം ഒഴിവാക്കിക്കൊണ്ട് തുരങ്കപാത നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഇവിടത്തെയുള്ള കൽപ്പറ്റ MLA എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടുന്ന് ഇപ്പോൾ ജയിച്ചു പോകുന്ന MP എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തുരങ്കപാത വേണം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് മാനന്തവാടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് കൃത്യമായ സജ്ജീകരണങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കേന്ദ്രത്തിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളാണ് നമുക്ക് അതിനു വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക, അത്തരം ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത്. വയനാടിന് റെയിൽവേ എന്ന് പറയുന്നത്, വയനാടിന് റെയിൽവേ ഉണ്ടോ? അതിനുവേണ്ടി ഇവരാരെങ്കിലും ഇന്ന് വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകാൻ വേണ്ടി സത്യൻ മൊകേരിക്ക് സാധിക്കും. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഞങ്ങൾക്കിവിടെയുള്ള പ്രശ്നം രാത്രി യാത്രാ നിരോധനം. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ, എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. പ്രിയങ്കാ ഗാന്ധിയിലൂടെ അത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പിന്നെ ബദൽ റോഡിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സിദ്ദീഖ് MLA അടക്കമുള്ള ആളുകൾ, പിന്നെ KCB ഇതിന്റെ ആളുകൾ വന്നു, നമ്മളെ റോഡ് സുരക്ഷയുടെ ആളുകൾ വന്നു, ഞങ്ങൾ ചർച്ച നടത്തി. അവരത് വളരെ വ്യക്തമായിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ആളുകൾ വന്നത്. അത് വളരെ വ്യക്തമായിട്ട് അത് നടക്കാൻ 100% അത് നടക്കുമെന്നാണ് സിദ്ദീഖ് MLA പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ ആളുകൾക്ക് ഒരു ഇന്ദിരാഗാന്ധിയുടെ പേരക്കിടാവ് എന്നുള്ള അതൊരു ഇന്ദിരാഗാന്ധിയുടെ അതേ പകർപ്പുള്ള ഒരു ആളിന്
വോട്ട് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞത് നെഹ്റു കുടുംബത്തിന് വോട്ട് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ആരും നഷ്ടപ്പെടുത്തില്ല. അടുത്ത നമ്മളെ നിയമസഭാ ഇലക്ഷനില് കോൺഗ്രസ് അധികാരത്തിൽ മുഖ്യമന്ത്രി ആരാധനാണ് സാധ്യത. അതിപ്പോ ചെറിയ രാഷ്ട്രീയ വ്യത്യാസം ഞങ്ങൾക്കുണ്ട്. പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി ആയാലോ? അതാവില്ല. അത് വളരെ മോശമുള്ള ഒരു പരിപാടിയല്ലേ. പ്രിയങ്ക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേന്ദ്ര എം പി ആയിട്ട് തന്നെ അവിടെ നിൽക്കണം. അത് ഞങ്ങൾ എന്തായാലും ബഹുഭൂരിപക്ഷത്തിനും പ്രിയങ്കനെ ഇവിടെ ജയിപ്പിക്കും. അത് ഗംഭീരമായിട്ട് തന്നെ ഇവിടെ പരിപാടികളൊക്കെ നടത്താനുള്ള തീരുമാനം. കഴിഞ്ഞ പ്രാവശ്യത്തെമാരുള്ള എന്തായാലും ആവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ പാർട്ടി തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും രാഹുൽ കൊണ്ടുവന്ന ഫണ്ടുകളൊന്നും ഇവിടെ പുറത്തിറക്കാൻ ഞങ്ങളെ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി മുതൽ ഓരോ പാർട്ടി ഓരോ ഇതും, അതായത് എന്തെല്ലാം വികസനം ഇവിടെ കൊണ്ടുവന്നോ അത് ഓരോന്നായിട്ട് തന്നെ ഞങ്ങളിവിടെ നാട്ടുകാർക്ക് പരസ്യം ചെയ്തു. അത് ഞങ്ങളെ ഒരു മൊത്തമുള്ള ഒരു ആവശ്യമാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇപ്പം LDFിൻ്റെ സ്ഥാനാർത്ഥിയും പറഞ്ഞ് LDFുകാരും പറഞ്ഞുകൊണ്ട് നടക്കണം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഇവിടെ എന്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് എന്ത് കൊണ്ടുവന്നു എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിന് ഞങ്ങളത് പ്രിയങ്ക ജയിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷത്തിലൂടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ ഭംഗിയായി തന്നെ ചെയ്യും. അത് പാർട്ടിക്കാരെ നോക്കൂല. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഭരണത്തിൽ വരാൻ സാധ്യത. അടുത്ത നിയമസഭാ സമ്മേളനത്തില് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പില് 140 സീറ്റിൽ 139 പിടിക്കുന്ന ഞങ്ങൾക്ക് പറയുള്ളത്. ഒരു സീറ്റെങ്കിലും ഒരു വെച്ചോട്ടെ, അത്രയും മോശമാണ്. ആരാ മത്സരിക്കാനുള്ളത്? ആരാ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ കാണുന്നത്? അടുത്ത കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അത് മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ അതിന്റെ തീരുമാനം എടുക്കേണ്ടത് AICCയും KPCC ഒക്കെയാണ്. അതൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ മാത്രം നമ്മൾ ആരും വളർന്നിട്ടില്ല. ഏതായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും കേരളം ഭരിക്കുക. പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒരിക്കലും മുഖ്യമന്ത്രിയാവില്ല. പ്രിയങ്ക ഗാന്ധി വയനാട് ജില്ലയിലെ ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളെ മനസ്സിലേക്ക് കടന്നു വന്നൊരു സ്ഥാനാർത്ഥിയാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ കൂടെ ഒരു MP ആയിട്ട് ലോകസഭയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി പൊരുതാൻ പൊരുതിയ ആളുകൾക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ലോകസഭയിലേക്കാണ് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി അയക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഒരിക്കലും നിയമസഭയിൽ മത്സരിക്കുവാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാനോ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വെറുതെ ഒരു പാലക്കാട് ചേലക്കരൊക്കെ ബൈ ഇലക്ഷൻ പ്രിയങ്കന്റെ വാർഡിൽ അവിടെ പ്രിയങ്ക പോയിട്ടില്ലല്ലോ. പാലക്കാടും പോയിട്ടില്ല, മറ്റോടത്തും പോയിട്ടില്ല. അതിന് അതോടെ പ്രിയങ്ക ഇവിടെ മത്സരിക്കേണ്ട ആവശ്യം. അവിടെ കോൺഗ്രസിന്റെ പാർട്ടിക്കാർ പണിയെടുക്കണം. അവിടുത്തെ പണിയെടുക്കലും അവിടുത്തെ പാർട്ടിയും അവിടുത്തെ ജില്ലാ കമ്മിറ്റി എല്ലാം ആ മണ്ഡലത്തിലെ ആൾക്കാരാണ് അവിടെ പണിയെടുക്കേണ്ടത്. അതിന് അവരോടത്തേക്ക് ഒരു സ്ഥാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ എല്ലാ MP-മാർക്കും എല്ലാ വകുപ്പിലും അതിന് ചുമതല കൊടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പ് ഇവിടെ കൽപ്പറ്റ മണ്ഡലത്തിൽ ഉണ്ണിത്താൻ MP-ക്കാണ് ചാർജ്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇവിടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തും ചെയ്യും. ഞങ്ങൾക്ക് LDF തന്നെ വോട്ട് ചെയ്യുന്നുള്ളത് ഒരു സംശയം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. LDF അത് പുറത്ത് പറയാൻ പാടില്ല എന്നാണ്. കാരണം ഞങ്ങളെ പാർട്ടിൻ്റെ മാതിരിയല്ല LDF. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേര് നടപടിയെടുക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് പാവങ്ങൾ ഉണ്ടാകുക. നാടിൻ്റെ വികസനം അവർക്ക് തന്നെ ആവശ്യമുണ്ട്. ഇപ്പം റേഷൻ കടയിൽ വന്ന് വാർത്ത കേട്ടു, റേഷൻ കട പൂട്ടാൻ പോവുക, അരിയില്ല. 2 മാസത്തെ പൈസ കൊടുക്കാണ്ട് 60 ലക്ഷത്തെ റേഷൻ കടക്കാർക്ക് കൊടുക്കാണ്ട്. അതെല്ലാം ഈ പിണറായി ഗവൺമെൻറ് വളരെ മോശമായ രീതിക്കാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ഭരണവിരുദ്ധം വളരെ മോശമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് ഇവിടെ ഈ രാത്രി യാത്ര ഇപ്പം പറയേണ്ടത് ഇപ്പം എല്ലാവരും പറയേണ്ടത് അതിപ്പം വളരെ ഇതായിട്ടുണ്ട്. ഇപ്പം കർണാടക മുഖ്യമന്ത്രിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ അത് ഇവിടെ പിൻവലിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, അതിൻ്റെ പുറമെ ഈ ബൈപ്പാസ് റോഡ് 2 റോഡ്, ഒന്ന് മാനന്തവാടി ഒന്ന് താമരശ്ശേരിയിൽ നിന്ന് നേരെ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് തളിപ്പായ്ക്ക് വന്ന് പറഞ്ഞ ഒരു റോഡുണ്ട്. ആ റോഡ് ആ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിരിക്കുക. അതിന് വരെ ഇവിടുത്തെ ഈ ആൾക്കാരോ അല്ലെങ്കിൽ ഭരണക്കാരോ ശ്രമിക്കണില്ല. ഇവിടെ വളരെ ആ കാര്യത്തിൽ വളരെ മോശമാണ് ഇവിടുത്തെ ഭരണത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മളെ ചേലക്കരയിലും പാലക്കാടൊക്കെ ഉപതെരഞ്ഞെടുപ്പ് എടുക്കണ്ടല്ലോ. ചേലക്കരയിൽ ഞാൻ പറഞ്ഞല്ലോ, ചേലക്കരയിലൊക്കെ അതൊക്കെ അവരുടെ ബോംബാണ്. ചേലക്കരയിൽ നമുക്ക് ഇപ്പം വടകരയിൽ മത്സരിക്കുമ്പോൾ അവിടെ കാഫിർ പ്രയോഗം വന്നു. അവിടെ സാഫി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇവിടെ ട്രോളി വന്നു. ട്രോളി ഇപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പറഞ്ഞത് ആ ട്രോളിന്റെ ബാക്കിൽ ചോപ്പും മഞ്ഞയും
ഒന്നുമുള്ള ട്രോഫി ഇതിന്റെ ബാക്കിൽ നിങ്ങൾ ഓടണ്ട, നിങ്ങൾ രാഷ്ട്രീയം പറയൂ, അവിടുത്തെ ജനങ്ങളെ പ്രശ്നം പഠിക്കൂ, അത് പറയൂ എന്ന് പറഞ്ഞു. അതിനെതിർത്തുകൊണ്ട് ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞു, ഞാനാണ് പാർട്ടിയുടെ തീരുമാനം, അതൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പാലക്കാടിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടം ഒരു 30,000 വോട്ടിന് മേലോട്ട് ജയിക്കും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതി. രമ്യ ഹരിദാസും അതുപോലെ തന്നെ ജയിക്കും. അവിടെ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM-ന്റെ ഭരണം എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടന പത്രിക കൊടുക്കുന്ന സമയത്തൊക്കെ കണ്ടൊരു ജനക്കൂട്ടുണ്ട്. അതൊക്കെ ഒരു വോട്ടായി മാറുന്നു തോന്നുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയെ കാണുമ്പോൾ ഉണ്ടാവുന്ന ജനക്കൂട്ടം സത്യത്തിലൊരു വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം ഇവിടെ ജയിക്കുന്ന MP എന്ന് പറയുന്നത് വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കണം എന്നുള്ള ഉറപ്പോട് കൂടി വേണം നമുക്ക് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആള് കൂടിക്കോട്ടെ, പക്ഷെ അത് വോട്ടായി മാറുമ്പോൾ ഇവർ വയനാടിന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള അതിന്റെ ഹിസ്റ്ററി നമുക്കുണ്ടല്ലോ. അവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ച സമയത്ത് 2019 ഏപ്രിൽ മത്സരിച്ച് ജയിച്ചു പോയി 3ാമത്തെ മാസമാണ് ഇവിടെ അട്ടമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചു? പുനരധിവാസ പ്രക്രിയക്ക് പോലും നമ്മൾ രാജ്യസഭയിൽ നിന്ന് ജയിച്ചു പോയ CPM-ന്റെ എളമരം കരിയും ആയിരിക്കുന്ന MP-യെ കൊണ്ടാണ് നമ്മൾ ഫണ്ട് വെപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വയനാടിന്റെ MP-ക്ക് ഒരു 5 പൈസ അന്നും ചെലവാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അവർ മനസ്സ് വെച്ചിട്ടില്ല. അവർ സഹായിക്കും എന്ന് പറയുക എന്നല്ലാതെ ഇന്ന് വരെ ഒരു 5 പൈസയുടെ ഉപയോഗം വയനാടിന് വേണ്ടി ഉണ്ടായിട്ടില്ല. പുത്തുമലക്കാർക്ക് ഉണ്ടായിട്ടില്ല, അതേപോലെ ചുരൽമലക്കാർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ തരത്തിൽ നിൽക്കുന്ന MP-യെ അവരുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് വയനാട് ജയിച്ചു പോകുന്ന MP വയനാടിന്റെ ശബ്ദമാവണം എന്ന കൃത്യമായ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ വേണ്ടി ജനങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഭരണവികാരമുള്ളത് നമുക്കറിയാം. നിങ്ങളെല്ലാവരും ഈ ഉരുൾപൊട്ടിയ സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ അവിടെ പോയതാ. അവിടെ നമ്മൾ ആളുകൾക്ക് വീട് കൊടുക്കുവാനും അരി കൊടുക്കുവാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ചെയ്തു കൊടുക്കുവാനും വേണ്ടി കോടിക്കണക്കിന് രൂപ പല നാടുകളിൽ നിന്നും പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇന്നലെ അവിടെ കൊടുത്ത അരി മുഴുവൻ അരിച്ച അരിയാണ് കൊടുത്തത്. അരി കൊടുക്കുന്നത് പഞ്ചായത്തല്ല, ജില്ലാ ഭരണകൂടമാണ് അവിടെ അരി നൽകുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വൈത്തിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കണ്ടു, അവിടെ ഒരു കുട്ടിക്ക് സോയാബീൻ കൊടുത്തതിൽ റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വൈത്തിരി ഹോസ്പിറ്റലിൽ വന്നു. വീണ്ടും ഒരു കുട്ടിയെ കൊടുന്നു. ഇതൊക്കെ കൊടുക്കുന്നത് ഏതോ കാലം സ്റ്റോക്ക് ചെയ്തിട്ട് ആളുകളെ പട്ടിണി കിടത്തി മരിക്കാൻ വേണ്ടി കൊടുക്കുന്നത് പോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ ചെയ്യുന്നത്. അത് കൊടുക്കേണ്ട കാലം കഴിഞ്ഞു, എന്നോ കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് ആ പാവപ്പെട്ടവര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, വാടക കൊടുക്കുന്നതിന് വേണ്ടി, മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം ഇന്ന് നാട്ടുകാരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. താമസിക്കാൻ സൗകര്യമില്ല, എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ LDF സർക്കാർ നടന്നു. ഇന്നിപ്പം അവിടെ ഒരാൾക്കും വീട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം അവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ 100 വീട് പറഞ്ഞു, അത് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 200 വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 30 വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുക എന്നല്ലാതെ കേരള സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവിടെ മന്ത്രി കടന്നു വന്നു, മിനിസ്റ്റർ രാജൻ അവിടെ കടന്നു വന്നു. അവിടെ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ സോയാബീനും ഇതൊക്കെ എത്ര കാലത്തെ പഴക്കമുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആരുടെ കടമയാണ്? ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കടമയാണ്. അത് പരിശോധിക്കേണ്ടത് പഞ്ചായത്തല്ല, അത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കടമയാണ്. കലക്ടറാണ് അതിന്റെ ചെയർമാൻ. അത് പരിശോധിക്കേണ്ടത് ജില്ലാ കളക്ടറും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. ഇത് പഞ്ചായത്തിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് അവിടെ. അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക്, അതവിടെ മേപ്പാടിയിൽ മാത്രം, നിങ്ങൾ നോക്കണം, മേപ്പാടിയിലേക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഇത് മേപ്പാടിയിൽ കൊടുത്ത് മോശപ്പെട്ട അരിയാണ്, മേപ്പാടി UDF ഭരിക്കുന്നത് എന്നുകൊണ്ട് മോശപ്പെട്ട സാധനം കൊടുത്ത് അത് അത് പൊളിച്ചു നോക്കുന്നില്ലല്ലോ, ആരും പൊളിച്ചു നോക്കുന്നില്ല, അതങ്ങനെ കൊടുക്കുകയാണ്. അത് നമ്മൾ പറയാൻ കാരണം അതൊരു ട്രാപ്പാണ്. അത് ഇതേമാതിരി തന്നെ ഒരു നാടകമാണെന്ന് പറയാൻ കാരണം നമ്മളെല്ലാവരും ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ചാനലുകാരും CPM-കാരും മുഴുവൻ ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇവര് പറഞ്ഞത്ര ഫുഡ് റിയാക്ഷൻ കാണാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധുക്കാരുത്തിയാണ്. അവിടെ ആ കുട്ടിക്ക് ചെറിയ എന്തോ റിയാക്ഷൻ വന്ന് ഇതിന്റെ മുകളിൽ വന്നു വെച്ചാൽ ഇതാണ് കഴിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് ആ കുട്ടിയെ നല്ല ചായ എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ പിന്നെ കുറച്ചു നേരം ഹോസ്പിറ്റലിൽ നിർത്തി, ഒബ്സർവേഷൻ നിർത്തി. അത് കഴിഞ്ഞ് ആ കുട്ടിയെ ഡിസ്ചാർജ് ആക്കി അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു. അപ്പം ഇതൊക്കെ വെറുതെ ആ കുട്ടീനെ അവിടുന്ന് വിട്ടപ്പോഴത്തേക്ക് മേപ്പാടിയിൽ റോഡ് ഉപരോധം, 1.5 മണിക്കൂർ റോഡ് ഉപരോധിച്ചുകൊണ്ട് എന്താ കാര്യം? അവർ പിണറായി വിജയന്റെ വീട്ടിൽ പോയിട്ട് ഉപരോധിക്കട്ടെ. പിണറായി വിജയനെയും അതുപോലെ തന്നെ ഇവിടെ മത്സരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥിയെ ബഹിഷ്കരിക്കുകയും ചെയ്യട്ടെ. എന്തിനു മത്സരിക്കുന്നു? ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലും ഇതുവരെയായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല.
ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ പണം വാങ്ങി അമേരിക്കയിലേക്ക് അയാൾ പറഞ്ഞു. ഇവിടെ BJP-യുടെ ഒരാൾ പറഞ്ഞു അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതലല്ല CPM-ന്റെ അനൗൺസ്മെന്റിൽ വിദേശ രാജ്യങ്ങളിൽ 300 തവണ 400 തവണ ഇവരെ പിണറായി വിജയന് ചികിത്സക്കും പിണറായി വിജയന്റെ പേരക്കുട്ടിയും പിണറായി വിജയന്റെ ഭാര്യയും പിണറായി വിജയന്റെ മകളും എത്ര പ്രാവശ്യം അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് CPM-കാരൻ പോകാത്തത്? CPM-കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണിയെടുക്കുന്ന അവരുടെ വിടുവേല ചെയ്യുന്ന ആളുകളാണ് CPM-ന്റെ ആളുകൾ. അവരെ പാർട്ടി പറഞ്ഞ് പഠിപ്പിച്ച് അവരെ തൊഴിലുറപ്പ് പദ്ധതിയിലായാലും മറ്റുള്ള പദ്ധതിയിലായാലും ഇത്ര മണിക്ക് വരണം, നമ്മളെ പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ അവരുടെ തൊഴിലാളിയാക്കി മാറ്റിയിരിക്കുകയാണ് CPM. അതുകൊണ്ട് ആൾ പങ്കെടുക്കും. ഇപ്പൊ പിണറായി വന്ന പരിപാടിക്ക് എത്ര ആളുണ്ടായിരുന്നു? കുറെ ബലൂണ് പാറിയിരുന്നു. പ്രിയങ്ക ഗാന്ധി വന്ന പരിപാടിക്ക് കാല് കുത്താൻ സ്ഥലമില്ല. വയനാട്ടിൽ സ്ത്രീകളാണ് കൂടുതൽ. ഇപ്പൊ വൈത്തിരിയിൽ വന്നു 5000 ആളുകളിൽ കൂടുതൽ പങ്കെടുത്തു അവിടെ.